നമുക്കിന്നും രാവിലെ ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് നൽകി തന്ന വിലപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി ഒരുമിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങളൂടെ ഞാനൊന്ന് പറയാം. വളരെ പ്രതീക്ഷയോടെയും വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ ചിന്തിച്ച് വന്നിരുന്ന കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച് വന്നിരുന്ന കാര്യം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ച് വന്നിരുന്ന കാര്യം, ദൈവവചനത്തിൽ മനുഷ്യന് ദൈവത്തോടടുക്കാൻ തടസ്സമായി നിന്ന ചില പാപങ്ങൾ, ബാരിയേഴ്സ്, റിക്കൺസിലിയേഷന് തടസ്സമായിരുന്ന ബാരിയേഴ്സിനെ ദൈവം നീക്കി പുത്രന്റെ മരണത്താൽ. ഓർക്കുന്നു അല്ലേ? ആ നീക്കിയ ആ നിരപ്പിന്റെ പ്രവർത്തനത്തെ വിശുദ്ധ തിരുവെഴുത്തിൽ അനേക വാക്കുകൾ അല്ലെങ്കിൽ ആ നിരപ്പിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ആ പദങ്ങളുടെ പഠനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രൊപ്പീസിയേഷൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ വിശദീകരണം, അല്ലെങ്കിൽ ആ വാക്കുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത് ലഭിച്ച സമയപരിധിയിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു. ഈ ഞായറാഴ്ച നമ്മൾ ആ നിരപ്പിന്റെ പ്രവർത്തനം സാധ്യമാക്കുന്നതിന് വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പഠനത്തിനായിട്ടും അത് പെട്ടെന്ന് മനസ്സിലാകാനുമായിട്ട് നമുക്ക് ആ പദം എഴുതി നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. റിഡംഷൻ എന്ന വാക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. റിഡംഷൻ, വീണ്ടെടുപ്പ്. റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്. ഞാൻ അതിന് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറയാം. അല്ലെങ്കിൽ നിരപ്പിന്റെ ആ ദൈവീക പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന അതേ ആശയം വരുന്ന ഒരു വാക്കാണ് വീണ്ടെടുപ്പ്. അതിന്റെ ഒരു ചെറിയ വിശദീകരണം ഇത്രയേ ഉള്ളൂ. പാപം ചെയ്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു നിരപ്പ് ദൈവവുമായിട്ട് മനുഷ്യന് വേണ്ടി വന്നത്, അല്ലേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വരികയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോളുക. പാപത്തിന്റെ ഫലമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നകന്ന് സാത്താൻ എന്ന ജയിലറിന്റെ അണ്ടറിലായി പോയ മനുഷ്യനെ വില കൊടുത്ത് മടക്കിക്കൊണ്ടുവന്ന, വില കൊടുത്ത് വാങ്ങിയ ആ നിരപ്പിന്റെ പ്രവർത്തനത്തെയാണ് റിഡംഷൻ എന്ന വാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യനെല്ലാം പിശാചിന്റെ കീഴിലായിപ്പോയി, അല്ലെങ്കിൽ പിശാച് എന്ന ജയിലറിന്റെ അണ്ടറിലേക്ക് ദൈവം മനുഷ്യനെ എല്ലാം അങ്ങാക്കി. അങ്ങനെ ആക്കിയ മനുഷ്യനെ ദൈവം തന്നെ വില കൊടുത്ത് മടക്കി കൊണ്ടുവന്ന ആ പ്രക്രിയ, അല്ലെങ്കിൽ ആ കാര്യത്തിന് പറയുന്ന വാക്കാണ് വിശുദ്ധ തിരുവെഴുത്തിൽ റിഡംഷൻ. റിഡംഷൻ ഒരു വാക്യം, 1-2 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്നും തിരിക്കാം. ഞാൻ അതിന് ശേഷം വിവരിക്കാം. Turn to Galatians chapter 3. Verse 22. ആ വാക്യം എങ്ങനെ വായിക്കുന്നത്? Verse 22. But the scripture has shut up everyone under sin. കണ്ടോ? പാപത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ എന്താ പറയുക, തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞു. വാക്യം കണ്ടല്ലോ അല്ലേ? എല്ലാവരെയും പാപത്തിന്റെ കീഴിൽ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. അങ്ങനെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. അങ്ങനെ അടച്ചു കളഞ്ഞ മനുഷ്യനെ
വില കൊടുത്ത് മടക്കി കൊണ്ടുവന്ന ആ ദൈവിക പദ്ധതിയെയാണ് റിഡംഷൻ എന്ന വാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് തന്നെ, ഗലേഷ്യൻസ് ചാപ്റ്റർ 4:5 ഒന്ന് നോക്കിയേ. 4:5 ആ പദം കണ്ടോ? വിലയ്ക്ക് വാങ്ങിയിട്ട് നേരം മേളിൽ നമ്മൾ കണ്ടു, പാപത്തിന്റെ കീഴിൽ എന്ത് ചെയ്തു, അടച്ചു കളഞ്ഞു. അങ്ങനെ പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞ മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിയ ആ ദൈവിക പ്രോഗ്രാമിന്റെ പേരാണ് റിഡംഷൻ. കിട്ടിയോ? ആ രണ്ട് വാക്യം കൂടെ ചേർന്ന് വന്നപ്പം ഒരുപോലെ കിട്ടുന്നുണ്ടോ? പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു, താഴെ ആ പാപത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, വിലയ്ക്ക് വാങ്ങി. അന്നേരം ആ വിലയ്ക്ക് വാങ്ങിയ കാര്യത്തെയാണ് റിഡംഷൻ എന്ന് പറയുക. നമ്മൾ പതിവായിട്ട് ഇപ്പൊ ഗ്രീക്ക് പഠിക്കുന്നുണ്ടല്ലോ, ഒരു വാക്കോടെ ഗ്രീക്കിലൊക്കെ പഠിച്ചേക്കാം. റിഡംഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ റൂട്ട് ഗ്രീക്ക് എന്ന് പറയുന്നത് അഗോറാസോ എന്നൊരു വാക്കമാണ്. അഗോറാസോ, AGORAZO, അഗാറാസോ. The Greek, the English word redemption came from the Greek root agorazo. The meaning is redemption, അല്ലെങ്കിൽ redeem. ഇനി നമ്മള് ഒരു ഈ വില കൊടുത്ത് വാങ്ങി, ബൈ ബാക്ക് അല്ലെങ്കിൽ he paid the price എന്നർത്ഥം വരുന്ന ചില വാക്യങ്ങളൊന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. ഇത് വളരെ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വിഷയമാണ് തിരുവഴുത്തിനകത്ത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഷോർട്ട് ടൈം കൊണ്ട് എനിക്ക് തീർക്കാൻ കഴിയത്തില്ല. നമുക്ക് കഴിയുന്നത്ര കൃത്യമായും ചിന്തിക്കാം. അതുകൊണ്ട് പ്രായശ്ചിത്തം, പ്രൊപ്പീസിയേഷൻ ഒരിക്കലും മറക്കരുത്. റിഡംഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. അഗോറാസോ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത്. ആ വാക്കിന്റെ അർത്ഥം വീണ്ടെടുക്കുക. ആ വീണ്ടെടുക്കുക എന്നുള്ള മലയാളം പദത്തെ ഒന്ന് പിരിച്ചാൽ തന്നെ അർത്ഥം ക്ലിയർ ആണ്. വീണ്ടും എടുക്കുക. കിട്ടിയോ? എവിടെയാ വീണു പോയത്? when Adam and Eve committed sin, എന്താ പറയാ, they fall from the Lord, അല്ലേ? അവിടെ നിന്ന് കാൽവറി ക്രൂശിൽ വീണ്ടും എടുത്തു. അതിന്റെ പേരാണ് റിഡംഷൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ ആ വിലയ്ക്ക് വാങ്ങി എന്നർത്ഥം വരുന്ന ചില വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. 1 Corinthians chapter 6 ഒന്ന് വന്നേ. 1 Corinthians chapter 6. 1 Corinthians chapter 6 മലയാളത്തിൽ 19ാമത്തെ വാക്യവും ഇൻ ഇംഗ്ലീഷ് വേഴ്സ് 20യുമാണ് കൊടുത്തേക്കുന്നത്. മലയാളത്തിൽ 19ാമത്തെ വാക്യവും ഇംഗ്ലീഷിൽ വേഴ്സ് 20. നിങ്ങൾ ആ 19ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ആ വാക്ക് കേട്ടോ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കളുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? വളരെ അടിവരയിടേണ്ട കാര്യമല്ലേ? നമ്മളെ ഒരാള് വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് നമ്മൾ ഇനി ആർക്കുള്ളതല്ല, നമ്മക്കുള്ളതല്ല. You have bought with a price. വില കൊടുത്ത് എന്ത് ചെയ്തതാ? അങ്ങനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥന് വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ. കാര്യം ആ ഉടമസ്ഥനാണ് വില കൊടുത്ത് എന്ത് ചെയ്തത്? നമ്മളെ വാങ്ങിയത്. നമ്മുടെ ജീവിതം കണ്ടാൽ നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മളെ വില കൊടുത്ത് വാങ്ങി ഒരു മാസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ പറഞ്ഞേക്കുക, അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നമ്മൾ ആരും ഇനി നമ്മക്കുള്ളവർ അല്ല. അതുകൊണ്ടല്ലേ പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുന്നത്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അത് മലയാളത്തിൽ അല്പം കൂടെ ഒന്ന് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? ഞാനല്ലെന്നല്ല, ഞാനില്ല. പിന്നെ എന്നതാ? ക്രിസ്തു അത്രേ. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ്.
കാരണം എന്താണെന്നറിയാമോ? ഹി ബ്രോട്ട് us വിത്ത് പ്രൈസ്. വില കൊടുത്ത് എന്ത് ചെയ്തു? വാങ്ങി. 6-ാം അധ്യായത്തിനകത്തെ വാക്യം മറക്കരുത്. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിലേക്ക് വന്നേ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7 ഒരു മിനിറ്റ്. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7. ഞാൻ നോട്ട് ചെയ്ത റെഫറൻസിനകത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വാക്യം ഒന്ന് പറഞ്ഞേക്കാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യു വെയർ ബ്രോഡ് വിത്ത് എ പ്രൈസ്. സെയിം വാക്യം ആവർത്തിക്കുന്നുണ്ട്. വില കൊടുത്ത് എന്ത് ചെയ്തു? വാങ്ങി. അതുപോലെ തന്നെ സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 1 നോക്കിയ. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 1. അടുത്ത വാക്കുണ്ട്, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ പ്രവചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ നാഥനോട് നമ്മളെ അടുപ്പിക്കുന്നതായിരിക്കണം, അല്ലേ? റൈറ്റ്? പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്നെ ആയിരിക്കണം? നമ്മളെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവിനോട് ആ ദൂത് കേൾക്കുമ്പോൾ എന്നെ അടുപ്പിക്കണം. അതാണ് തിരുവെഴുത്തിനെ കൃത്യമായി വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടാണ്. അത് നമ്മൾ കേൾക്കുമ്പം നമ്മളെ ദൈവത്തോടത് അടുപ്പിക്കുന്നെങ്കിൽ അതാണ് വളരെ കൃത്യമായ ദൈവീക ആലോചന. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. വിലയ്ക്ക് വാങ്ങിയ നാഥനെ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം കുറയ്ക്കുകയും മറ്റു കാര്യത്തിലേക്ക് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ടു പോകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരെ എല്ലാം കള്ളപ്രവാചകന്റെ ലിസ്റ്റിൽ വേണം കൂട്ടാൻ. കേട്ടോ? അതുകൊണ്ട് ദൈവാത്മാവിനാൽ പറയുന്നതാണോ എന്നുള്ളതിന് ഒരു ടെസ്റ്റ് ഞാനങ്ങ് പറഞ്ഞേക്കാം. നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ദൂതാണെങ്കിൽ അത് എന്നതാ? ദൈവാത്മാവിനാലുള്ള ദൂത അല്ല. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റുന്നതാണെങ്കിൽ, നിന്റെ അടുത്തിരിക്കുന്നവൻ നിന്നോട് പാര വെക്കുന്നൊക്കെ ആ ദൂത് പറഞ്ഞ് അവരോട് എനിക്ക് വിരോധം വരുന്നതാണെങ്കിൽ അതൊന്നും ദൈവികമല്ല എന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആയോ? പ്രൈസ് ലോർഡ്. നമുക്കത് കേൾക്കാൻ ഇഷ്ടമായിരിക്കും. നിന്റെ അപ്പുറത്തെ ആള് നിന്നോട് ദോഷം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖമാണ് കേൾക്കാൻ. അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. നമുക്ക് അവനോട് വൈരാഗ്യം വരുന്നതാണെങ്കിൽ അതൊന്നും ദൈവികമല്ല, ദൈവത്തോട് അടുപ്പിക്കുന്നതായിരിക്കണം. വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളുന്നതാകരുത്. യൂദായുടെ ലേഖനത്തിനകത്ത് വളരെ സ്പഷ്ടമായ ഒരു വാക്യമുണ്ട്. ഏകനാഥൻ എന്ന് വായിക്കുന്നുണ്ട്. ഏകനാഥൻ. ഏകനാഥൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു നാഥന്മാരും നമുക്ക് വേണ്ട, നമ്മുടെ കർത്താവ് മാത്രം മതി. കർത്താവ് മാത്രം മതി എന്ന് മാത്രമല്ല, ആ കർത്താവിനോട് അടുപ്പിക്കുന്നതായിരിക്കണം എല്ലാ ആത്മീയ ശുശ്രൂഷകളും നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യുന്നത്, നടക്കുന്നതും നടക്കേണ്ടതും. വെളിപ്പാട് പുസ്തകം 5:9 റെവലേഷൻ 5:9 അകത്തും സെയിം ഒരു വാക്കുണ്ട്. ചാപ്റ്റർ 5 വേഴ്സ് 9. കേട്ടോ? നീ അറുക്കപ്പെട്ടു, സകലരെയും അവിടുത്തെ രക്തം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അന്നേരം അഗോറാസോ എന്ന വാക്കിന്റെ അർത്ഥം വിലയ്ക്ക് വാങ്ങുക. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന വീണ്ടും ജനിച്ച സകല ദൈവമക്കളോടും തിരുവെഴുത്ത് പറയുന്നത്, നമ്മളാരും നമുക്കായിട്ടുള്ളവരല്ല. അവിടുന്ന് നമ്മളെ എന്ത് ചെയ്തതാ? വില കൊടുത്ത് വാങ്ങിയതാ. വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ ആ വില കൊടുത്ത് വാങ്ങിയ നമ്മുടെ നാഥന്റെ ഇഷ്ടം അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. അങ്ങനെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ തിരുവെഴുത്ത് എന്ത് ചെയ്യണം? വായിക്കണം. തിരുവെഴുത്ത് വായിക്കാതെ, ഞാൻ ചോദിക്കട്ടെ,
ഒരാളെ പ്രസാദിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്നാന്നും ഇഷ്ടമില്ലായ്മ എന്താണെന്നും അറിയണ്ടേ? റൈറ്റ്? നമ്മുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ, നമ്മുടെ പേരൻസിന് ആഹ്ലാദം വരണമെങ്കിൽ ആ സന്തോഷം കൊടുക്കേണ്ട വ്യക്തി അറിയേണ്ട രണ്ട് കാര്യമുണ്ട്. അവർക്ക് ഏത് കാര്യത്തിലാണ് സന്തോഷം, ഏത് കാര്യത്തിലാണ് സന്തോഷം ഇല്ലാത്തത്. അങ്ങനാണെങ്കിൽ നമ്മുടെ പൊന്നുനാഥനെ പ്രസാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നതാ? നമ്മുടെ കർത്താവിന് ഏത് കാര്യത്തിലാണ് സന്തോഷമെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഏത് കാര്യത്തിലാണ് സന്തോഷം ഇല്ലാത്തതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം, അവിടുത്തെ ഇഷ്ടവും അനിഷ്ടവും തിരിച്ചറിയണമെങ്കിൽ അവിടുന്ന് എഴുതി തന്ന തിരുവെഴുത്ത് വായിക്കണം. ആ തിരുവെഴുത്തിനകത്തൂടെ ദൈവേഷ്ടം തിരിച്ചറിയുകയും നമ്മുടെ നാഥനെ നമുക്ക് പ്രസാദിപ്പിച്ച് ജീവിക്കുകയും ചെയ്യാം. പ്രൈസ് ലോർഡ്. എന്നിട്ട് നോക്കുക, ആ വാക്കിന്റെ അർത്ഥം പിടികിട്ടില്ലോ അല്ലെ? അഗോറാസോ, വിലയ്ക്ക് എന്ത് ചെയ്തു? വാങ്ങി. ഇനി മറ്റൊരു വാക്ക് ഗലാത്യർ 3:13 ആ വാക്ക് അഗോറാസോ തന്നെയാണ്, പക്ഷെ ഒരു പ്രിപ്പോസിഷൻ ചേർത്ത് ഉപയോഗിച്ചേക്കുന്ന എക്സ് അഗോറാസോ എന്ന് പറയും. എക്സ് അഗോറ, ഒരു വെർബ് ചേർത്ത് എന്ത് ചെയ്തേക്കുക? ഉപയോഗിച്ചേക്കുക. ഒരു ക്രിയാപദത്തോടെ അത് പറയും, എക്സ് അഗോറാസോ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ടു ബൈ ബാക്ക് ഫ്രം ദ മാർക്കറ്റ് പ്ലേസ്. ടു ബൈ ബാക്ക് ഫ്രം ദ മാർക്കറ്റ് പ്ലേസ്. അതിനൊരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ടു ബൈ ബാക്ക് അല്ലേ എന്ന് പറഞ്ഞാൽ എന്നാ? നേരത്തെ സ്വന്തമായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും വില കൊടുത്ത് എന്ത് ചെയ്തു? വാങ്ങി. അങ്ങനെ നമ്മൾ ഏദൻ തോട്ടം മുതലങ്ങ് ചിന്തിച്ചു നോക്കിയേ. സ്വന്തമായിരുന്നു, പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞുപോയി അല്ലേ? ദൈവത്തിൽ നിന്ന് തിരിഞ്ഞുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ മനുഷ്യനെ കാൽവറി ക്രൂശ് അങ്ങ് ആകർഷിച്ചു, അങ്ങ് തിരിച്ചു. കാൽവറി ക്രൂശ് ആകർഷിച്ച് തിരിച്ചു. അങ്ങനെ തിരിച്ച് മടക്കി വില കൊടുത്ത് കൊണ്ടുവന്നതിനെയാണ് വീണ്ടെടുപ്പ്, എക്സ് അഗോറാസോ എന്നെന്ത് ചെയ്യുന്നേ പറയുന്നത്. നമ്മളൊക്കെ വല്ലപ്പോഴും ഒക്കെ യാതൊരു ശ്രദ്ധയും കൂടാതെ വേദപുസ്തകം വായിക്കുന്ന കൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. നമ്മളൊക്കെ ഒരു എക്സ്ക്യൂസിന് വേണ്ടി പറയും, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ എന്ത് ചെയ്യല, അടുത്ത് വരികയല്ല അല്ലേ? നമ്മള് ചിലരെ പറ്റിയൊക്കെ പറയുന്നത്, എന്റെ പൊന്നു ബ്രദറെ, നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പിന്നെ എന്നെ ചെയ്യണം? പിതാവ് എന്ത് ചെയ്യണം? ആകർഷിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടം കൊണ്ട് ആ വാക്യം നിർത്തരുത്. തിരുവെഴുത്തിനകത്ത് മറ്റൊരു വാക്യം അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഏതാണെന്നറിയാവോ? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് എന്ത് ചെയ്യും? ആകർഷിക്കും. അങ്ങനാണെങ്കിൽ പിതാവ് ആകർഷിക്കുന്ന ഏതിലൂടെയാ? പുത്രൻ കാൽവറിയിൽ ഉയർത്തപ്പെട്ടതിലൂടെയാണ്. റൈറ്റ്? അങ്ങനെങ്കിൽ ആ വാക്യം എക്സ്ക്യൂസ് ആയിട്ട് പറയരുത്. പിതാവ് ആകർഷിക്കാതെ ആരും വരികയല്ല. ശരിയാ, പിതാവ് ആകർഷിക്കാനുള്ള വഴി തുറന്ന് എവിടെ? കാൽവറി ക്രൂശിൽ. ആ കാൽവറി ക്രൂശിനെ എവിടെ ഉയർത്തുന്നോ അവിടെ എല്ലാം പിതാവ് ആകർഷിക്കും. അതിന് സുവിശേഷം പറയാൻ നേരത്ത് എന്നെ ചെയ്യണം? ആ ക്രൂശ് എന്ന് പറഞ്ഞാൽ മതി, പിതാവ് എന്ത് ചെയ്യും? ആകർഷിക്കും. സകലരെയും ആകർഷിക്കും എന്നല്ലേ വായിക്കുന്നേ? അങ്ങനെങ്കിൽ ന്യായമായ ഒരു ചോദ്യം ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അങ്ങനെങ്കിൽ സകലരെയും ആകർഷിക്കും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാന്ന് കേട്ടോ? സകലരെയും ആകർഷിക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവനെ രക്ഷയ്ക്കായും അത് തിരസ്കരിക്കുന്നവനെ ശിക്ഷയ്ക്കായിട്ടും ആ ക്രൂശ് ആകർഷിക്കും. ക്ലിയർ? ഇനി അതുകൊണ്ട് ഞാൻ പലയിടത്തു നിന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്റെ പൊന്നു ബ്രദറെ, പിതാവ്, എന്റെ പൊന്നു പാസ്റ്ററെ, പിതാവ് ആകർഷിക്കാതെ ആരും എന്ത് ചെയ്യല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉത്തരം അങ്ങനല്ല. പിതാവ് കാൽവറി ക്രൂശിൽ ആകർഷിച്ചു, ഞാനോ ഉയർത്തപ്പെട്ടാൽ. അങ്ങനെങ്കിൽ അതിന്റെ അർത്ഥം നസ്രായനായ നമ്മുടെ കർത്താവിനെ, വീണ്ടും ജനിച്ച, വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മൾ എവിടെയെല്ലാം ഉയർത്തുന്നുവോ അവിടെയെല്ലാം പിതാവ് ആകർഷിച്ചോളും. ഉയർത്തണം. ഉയർത്താതെ ഒരിക്കലും എന്ത് ചെയ്യല, ആകർഷിക്കുകയല്ല. യേശുവിനെ ഉയർത്തണം. രക്ഷ കാൽവറിയിൽ നടന്ന ആ
ഏറ്റവും വലിയ സംഭവം ഉയർത്തി പറയണം. പിതാവ് ആകർഷിക്കും. അംഗീകരിക്കുന്നവനെ രക്ഷയ്ക്കായിട്ടും തിരസ്കരിക്കുന്നവനെ നിത്യശിക്ഷാവിധിക്കായിട്ടും. ഇനി ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നത് അവൻ പാപം ചെയ്യുന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രമല്ല. അതൊരു കാര്യമാണ്, വലിയ കാര്യമാണ്. അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. യേശുവിന്റെ കാൽവറി മരണത്തെ അംഗീകരിക്കാത്തതാണ് അവൻ നരകത്തിൽ പോകാനുള്ള പ്രധാന കാരണം. Gospel of John chapter 3 verses 17 മുതൽ അങ്ങ് വായിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. പാപത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും, ചെയ്യുന്ന പാപത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെ വളരെ ഗൗരവമാണ്. എന്നാൽ ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിലേക്ക് പോകുന്ന പ്രധാന കുറ്റം ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി അവൻ എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അതുകൊണ്ട് പിതാവ് എപ്പോഴാണ് ആകർഷിക്കുന്നേ? പുത്രനിലൂടെ. എപ്പം? 2000 വർഷം മുമ്പ് തന്നെ അത് തുടങ്ങി. ഇന്നും അത് തുടരുന്നു. എവിടെയെല്ലാം പുത്രനെ ഉയർത്തുന്നോ അവിടെയെല്ലാം പിതാവ് ആകർഷിക്കും. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് അല്പകാര്യങ്ങളെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങി, അല്ലേ, അല്ലെങ്കിൽ ബൈ ബാക്ക് ഫ്രം ദ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പിശാചിന്റെ അടിമകളായി നിത്യ നരകത്തിനായി വിധിക്കപ്പെട്ടവരായിരുന്നു. അവിടെ നിന്ന് പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ പിതാവ് നമ്മളെ ആകർഷിച്ചു. കൃപയാൽ ആ മരണം എന്റെ മരണമായിട്ട് ഞാൻ അംഗീകരിച്ചു. അതിന്റെ പേരാണ് അവിടുന്ന് എന്നെ വീണ്ടെടുപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഇതിനേക്കാൾ വലിയൊരു സന്ദേശം പുസ്തകത്തിൽ ഇല്ല. ഇതാ ഏറ്റവും വലിയ സന്ദേശം. അന്നേരം അഗോറാസോ എക്സഗോറാസോ, ഇനി അതിനോട് ചേർന്ന് വരുന്ന വില കൊടുത്തു വാങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ടു ബൈ ബാക്ക് ഫ്രം ദ മാർക്കറ്റ് പ്ലേസ്. അല്ലെങ്കിൽ തിരുവഴുത്തിനകത്ത് മറ്റൊരു പദമുണ്ട്, റാൻസം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് മണി എന്നൊക്കെ ഗൾഫുകാർക്കൊക്കെ പരിചയം കാണും. ബ്ലഡ് മണി, അല്ലെങ്കിൽ ഒരു ശിക്ഷയിൽ നിന്നൊക്കെ ഊരാൻ അതിന് പകരമായിട്ട് അത്രയും പണം എന്ത് ചെയ്യുക, കൊടുക്കുക. അതുപോലെ, ഏതാണ്ട് അതുപോലെ തന്നെ റാൻസമായി, അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനത്രേ വന്നത്. അനേകർക്ക് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര എന്ത് ചെയ്തത്. അങ്ങനാണെങ്കിൽ നോട്ട് ടു ബി സെർവ് ബട്ട് ടു സെർവ്, അല്ലേ? തൻ്റെ രക്തം മറുവിലയായിട്ട് എന്ത് ചെയ്തു, കൊടുത്തു. ആ രക്തം കൊടുത്താണ് നമ്മളെ. അന്നേരം ഈ നമ്മൾ സാധാരണ, ഞാൻ നിങ്ങളുടെ കാര്യം തുറന്നു പറഞ്ഞേക്കാം, യേശുവിൻ്റെ രക്തം കൈകാര്യം ചെയ്യാൻ നമ്മളെ ആരെ ഏൽപ്പിച്ചതായിട്ട് വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ? നമ്മൾ പിന്നെ നമ്മുടെ സന്തോഷം കൊണ്ട് രക്തത്താൽ ജയവും നോക്കി എന്ത് ചെയ്യുന്നതാ? പുസ്തകത്തിൽ വാക്കിയില്ല. രക്തത്താൽ മുദ്രയിടുന്ന വാക്യമൊന്നും വേദപുസ്തകത്തിനകത്തില്ല. എല്ലാം കേൾക്കുന്നോ? പരിശുദ്ധാത്മാവിനാൽ ആ മുദ്ര ആണ്ട. എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നു. എന്റെ പൊന്നപ്പനെ ഇല്ല വേദപുസ്തകത്തിനകത്ത്. ഇന്ന് രാത്രി മുഴുവൻ പോയി വായിക്കണം. വാശിക്കെങ്കിലും എന്ത് ചെയ്യണം, എന്നെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം. ലേഖനത്തിനകത്തോ സുവിശേഷത്തിനകത്തോ അങ്ങനൊരു കാര്യമില്ല. പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. യേശുവിന്റെ രക്തം തളിക്കാൻ നമ്മുടെ കൈ തന്നിട്ടുമില്ല. ഉണ്ടോ? ഇല്ല. അത് പിതാവ് പുത്രൻ പിതാവിന് കൊടുത്ത കാര്യം. നമുക്ക് അടുത്ത ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ച് പറയാം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ അത്രേ എന്ന് പറഞ്ഞാൽ, ആ രക്തം പിതാവിന്റെ അടുക്കൽ തളിച്ച പുത്രന്റെ അടുക്കലാണ് നമ്മൾ വന്നതെന്ന് അർത്ഥം. പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ സ്പ്രിങ്കിൾഡ് ബ്ലഡ് എന്ന്, തളിക്കപ്പെട്ട. സാധാരണയൊക്കെ ചിന്തിക്കാറുണ്ട്, ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുക, അല്ലെ, എൻ്റെ സഹോദരൻ എന്നെ കൊന്നു. യേശുവിന്റെ രക്തം ഗുണകരമായിട്ട് എന്ത് ചെയ്യുന്നു,
സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് എന്ത് ചെയ്യുക. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു അല്പം കൂടെ ഒന്ന് വിശാലമാക്കി പറഞ്ഞേക്കാം. ഹാബേലിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഹാബേലിനെ കൊന്നപ്പം തന്റെ ശരീരത്തു നിന്ന് വീണ രക്തം എന്നല്ല അതിന്റെ അർത്ഥം. പ്രത്യുത ഹാബേലിന്റെ രക്തം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹാബേൽ അർപ്പിച്ച മൃഗത്തിന്റെ രക്തം എന്നാണ് അവിടുത്തെ അർത്ഥം. നിങ്ങൾ ആ എബ്രായ ലേഖനത്തിന്റെ കോണ്ടസ്റ്റിൽ അത് വായിച്ചാൽ മതി. ഹീബ്രൂസ് ചാപ്റ്റർ 12 ഞാൻ ഈ പറയുന്ന കാര്യമുണ്ട്. നമുക്ക് ഇപ്പം അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ എനിക്കിങ്ങനെ പറഞ്ഞേക്കാം. ആദാം പാപം ചെയ്തപ്പം ഹാബേലിന്റെ രക്തത്തിലും പാപമുണ്ട്, കായീന്റെ രക്തത്തിലും പാപമുണ്ട്, ഇല്ലേ? അങ്ങനെയെങ്കിൽ ഹാബേലിന്റെ രക്തത്തിന് എന്നാ ഗുണം വരാനാ? വല്ല ഗുണം വരുമോ? വരികയില്ല. പിന്നെ ഏത് രക്തത്തിന്റെ കാര്യം അവിടെ പറഞ്ഞേക്കുന്നേ? ഹാബേൽ അർപ്പിച്ച യാഗമൃഗത്തിന്റെ കാര്യം അവിടെ പറഞ്ഞേക്കുന്നേ. എന്നാലേ അർത്ഥം ശരിയാവുള്ളൂ. അതുപോലെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുത്രൻ തമ്പുരാന്റെ യാഗമരണത്തിലൂടെ ആ രക്തം വിലയായിട്ട് കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. വിലയ്ക്ക് വാങ്ങി. നമുക്ക് എൻ്റെ സമയം പോകുന്നു. ഞാൻ ഒരു പ്രാക്ടിക്കൽ വശം കൊണ്ട് അന്നേരം വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെ ആയിരിക്കണം എന്ന ഒരു സൂചന നൽകുന്ന ഒരു വാക്യം, 1-2 വാക്യങ്ങളെ കാണിച്ചതിന്റെ വാക്കുകൾ ഞാൻ നിർത്താം. ഇതിന്റെ വിശദീകരണം നമുക്ക് വളരെയേറെ വിശദീകരിക്കാനുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കി. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. കണ്ടോ? മനുഷ്യന്റെ ഇടയിൽ നിന്ന് ചെയ്തേക്കുക അന്നേരം വീണ്ടെടുക്കപ്പെട്ടവരെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് 5-ാമത്തെ വാക്യം നോക്കിയേ. അവരുടെ വായിൽ എന്നാ ഇല്ലായിരുന്നു? കേട്ടോ? അന്നേരം വീണ്ടെടുക്കപ്പെട്ടവൻ എങ്ങനെ ആയിരിക്കണം? യാതൊരു വഞ്ചനയില്ലാതെ ഒരു ഫോഷ്കുമില്ലാതെ വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ടോ? വീണ്ടെടുക്കപ്പെട്ടവരുടെ നാവിൽ എന്തില്ല? ഒരു ഫോഷ്കും ഇല്ല, ഒരു ദോഷമില്ല. ആരെ പറ്റി ഒന്നും പറയുക, ആരേലും എന്തേലും പറഞ്ഞാലും സ്തോത്രം പറഞ്ഞുകൊണ്ട് പോരുകയുള്ളൂ. അതാ വീണ്ടെടുക്കപ്പെട്ടവന്റെ നാവ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരാൾ എന്തേലും പറയുമ്പം തിരിച്ച് 2 പറയാൻ പ്രത്യേകം കൃപ വല്ലതും വേണോ? ഒരു കൃപയും വേണ്ട. ആർക്ക് വേണേ 10 എന്ത് ചെയ്യാം. പക്ഷെ ഒരാൾ നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം പറയുമ്പം മിണ്ടാതിരിക്കണമെങ്കിൽ എന്നാ വേണം? അതിന് കൃപ വേണം. തിരിച്ചു പറയാൻ ഒരു കൃപ ആർക്കും വേണ്ട. പക്ഷേ ശാന്തത പാലിക്കണമെങ്കിൽ എന്താ വേണം? നമ്മൾ അല്പമൊക്കെ നമ്മുടെ നാവൊക്കെ സൂക്ഷിച്ചാൽ, ഇങ്ങനെ ഈ വെളിപ്പാട് വീണ്ടെടുക്കപ്പെട്ടവന്റെ യോഗ്യത പോലെ നമ്മുടെ നാവിനെയൊക്കെ കൺട്രോൾ ചെയ്താൽ എന്തെല്ലാം പ്രശ്നം ഒഴിവായി കിട്ടുമെന്നറിയാവോ? ഞാൻ നാവിനെ വളരെ സൂക്ഷിച്ച ഒരാളുടെ എക്സാമ്പിൾ ഞാനൊന്ന് കൊണ്ടുവരാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ്. എട്ടാം അധ്യായം, ചാപ്റ്റർ 8, ജഡ്ജസ് ചാപ്റ്റർ 8. ഒരു കാര്യം ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആദ്യത്തെ 3-4 വാക്യം എല്ലാവരും ഒന്ന് നോക്കണം. ഫസ്റ്റ് 3 വേഴ്സസ് 1 through 4 ഞാനൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. എന്നാൽ എഫ്രീമ്യർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി എന്ത് എന്ന് പറഞ്ഞ് ഗിദെയോനോട് ഉഗ്രമായി വാദിച്ചു. വാക്യം കണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ ഗിദെയോനോട് എഫ്രീമ്യര് മിദ്യാനിയോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തെന്നും പറഞ്ഞ് ഗിദെയോനോട് എഫ്രീമ്യർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. നീ എന്തിനു ഞങ്ങളെ വിളിച്ചില്ല? നിങ്ങൾ അവിടെ തന്നെ നിന്ന് ചിന്തിച്ചേ.
അന്നേരം ഗിദെയോൻ പറയാ, എനിക്ക് സൗകര്യപ്പെടുകയില്ലായിരുന്നു എന്ന് പറയുകയായിരുന്നെങ്കിലോ? സിമ്പിൾ. എന്നെ കൊണ്ട് സൗകര്യപ്പെടുകയില്ലായിരുന്നു എന്ന് പറയുകയായിരുന്നെങ്കിൽ അവിടെ എന്നാ സംഭവിച്ചേനെ? പ്രശ്നമെന്ന് പറഞ്ഞാൽ വിപ്ലവം എന്ത് ചെയ്തേനെ, അല്ലേ? എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കിയേ. അതിന് ഗിദെയോൻ ഉത്തരം പറയുക കേട്ടോ. അതിന് ഗിദെയോൻ, നിങ്ങളോടൊത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയേസരിന്റെ മുന്തിരി എടുപ്പിനേക്കാൾ എഫ്രീമിന്റെ കാലാവറുക്കല്ലയോ? എന്ന് പറഞ്ഞാൽ അബിയേസറിന്റെ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിങ്ങ മുഴുവനോടെ എടുത്താലും നിങ്ങളുടെ നിലത്ത് വീഴുന്ന കാലായിലെ മുന്തിരിങ്ങ പറക്കുന്നതിന്റെ അത്രയും പോലും എന്ത് ചെയ്യല, വരികയല്ല. അന്നേരം ആ വാക്കുകൾ നോക്കണം. പഴക്ക് പിടിക്കുകയല്ല, പ്രശ്നത്തെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. എന്താ വിളിക്കാഞ്ഞേ? ഗിദെയോന്റെ ഉത്തരം, അയ്യോ, നിങ്ങളോടൊത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്തത് വലിയ കാര്യം വല്ലോ ആണോ? നിങ്ങളുടെ മുന്തിരിയെടുപ്പിന്റെ അത്ര, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്തിരിയെടുപ്പിന്റെ അത്രയും പോലും ഇല്ലല്ലോ. നിങ്ങളുടെ കാലാവറക്കിയാൽ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, കിട്ടും. മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കിയേ. നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന്യ പ്രഭുക്കന്മാരായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോടൊത്തു നോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പം അവർക്ക് അവരോടുള്ള കോപം. പ്രശ്നം തീർന്നു കണ്ടോ? ആദ്യത്തെ വാക്യത്തിൽ തന്നെ വഴക്ക് പിടിക്കുക, അല്ലെങ്കിൽ പ്രശ്നം എവിടെ വരെ പോയേനെ? ഇതൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടാനുള്ളതേ ഉള്ളൂ, അല്ലേ? ഗിദെയോൻ പറയാ, എന്റെ പൊന്നപ്പനെ ഇങ്ങനെ ചൂടാകാതെ നിങ്ങൾ ചെയ്തത് നോക്കിയാൽ ഞാൻ ചെയ്തത് എന്തുള്ളൂ? ദൈവം നിങ്ങളുടെ കയ്യിലല്ലേ, അവിടുത്തെ നേതാക്കന്മാരെ അല്ല ഏൽപ്പിച്ചേ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എഫ്രീമ്യരുടെ സകല പ്രശ്നം എന്ത് ചെയ്തു? വീണ്ടെടുക്കപ്പെട്ടവരുടെ നാവ്. നാം ശാന്തത പാലിക്കുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഓർക്കുക, വില കൊടുത്ത് വാങ്ങിയത് നാഥനാണെങ്കിൽ, അവിടുന്ന് നമ്മളെ വില കൊടുത്ത് വാങ്ങിയെങ്കിൽ അവിടുത്തെ ഇഷ്ടമനിഷ്ടം തിരിച്ചറിയണം. അവിടുത്തെ പ്രസാദിപ്പിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്. മറക്കരുത്, വളരെ ഗൗരവമാണ്. ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം.